ഹലോ ലെറ്റ്സ് ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് എഴുതിക്കൊണ്ട് പൈസ ഉണ്ടാക്കാനായിട്ട് നോക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു വെബ്സൈറ്റാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ടോപ്പിക്സ് ഉണ്ട്. അതായത് ഹെൽത്ത്, ബ്യൂട്ടി, അതുപോലെ തന്നെ സ്പോർട്സ്, എൻ്റർടൈൻമെൻറ്റ്, അങ്ങനത്തെ ഇഷ്ടമുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആർട്ടിക്കിൾസ് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോസ് വേണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ആർട്ടിക്കിൾസിന് എല്ലാത്തിനും എമൗണ്ട് കിട്ടണം എന്നില്ല. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവരുടെ ടീം അത് അപ്രൂവ് ചെയ്യുന്നതായിരിക്കും. അതായത് ഈ ഒരു ആർട്ടിക്കിൾ വേറെ എവിടെന്നെങ്കിലും കോപ്പി ചെയ്തതാണോ നിങ്ങൾ സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്തതാണോ എന്ന് അറിയാനായിട്ട് ഇവർ ജസ്റ്റ് അതിനെക്കുറിച്ചിട്ട് നോക്കുന്നതായിരിക്കും. അതിന് ശേഷമായിരിക്കും അപ്രൂവ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കിതിൻ്റെ അകത്ത് ഓരോ പബ്ലിഷ് ചെയ്യുന്ന ആർട്ടിക്കിളിന് 820 രൂപയായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള വേണ്ട കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള റൈറ്റേഴ്സ് ഗൈഡ് ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ കിട്ടും. അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലോഡ് ചെയ്താൽ മതി. ഇനി ഈ ഒരു വെബ്സൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആർട്ടിക്കിൾ ഇൻസൈഡർ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്താൽ മതി. അപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങൾക്ക് മുകളിലൊരു 3 ലൈൻസ് കാണാം. അതിൻ്റെ ഉള്ളിൽ എല്ലാ ടോപ്പിക്സും അടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ റൈറ്റേഴ്സ് ഗൈഡ്, അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള ഭാഗം, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും കാണാനായിട്ട് സാധിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇത്രയും കാറ്റഗറീസ് ആണ് ടൈപ്പിങ്ങിനായിട്ട് കൊടുത്തിരിക്കുന്നത്. എൻ്റർടൈൻമെൻറ്റ്, ലൈഫ് സ്റ്റൈൽ, പീപ്പിൾ, ഫുഡ്, എഡ്യൂക്കേഷൻ, അങ്ങനെ ഒത്തിരി കാറ്റഗറീസ് ഉണ്ട്. ഇതിൽ ഇഷ്ടമുള്ള കാറ്റഗറി പിക്ക് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ അകത്ത് കിട്ടുന്ന പൈസ നമുക്ക് പേയ്പാൽ, പേടിഎം, അതുപോലെ തന്നെ സ്ക്രില്ല്, അങ്ങനത്തെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ഇഷ്ടമുള്ള പേയ്മെൻറ്റ് മെത്തേഡ്സിലോട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനും പറ്റും. ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ മുകളിൽ തന്നെ ഇതുപോലെ രജിസ്റ്റർ ടാബ് കാണാം. ജസ്റ്റ് രജിസ്റ്റർ ചെയ്യാം. അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലത്തെ ഒരു ഭാഗമായിരിക്കും വരുന്നത്, സബ്മിറ്റ് യുവർ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമുക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾ നല്ലൊരു ക്യാച്ചി ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. പലതരത്തിലുള്ള ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് ഏകദേശം ആ ഒരു മോഡലിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള മറ്റുള്ള ആർട്ടിക്കിൾസ് കാണണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റേഴ്സ് ഗൈഡ്, അതുപോലെ തന്നെ സാമ്പിൾ ആർട്ടിക്കിൾസ്, അങ്ങനെയൊക്കെ കാണാം. അത് വേണമെങ്കിൽ എടുത്തിട്ട് അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യേണ്ട മാറ്റർ ഈ ഒരു ഭാഗത്ത് വേണം ടൈപ്പ് ചെയ്യാനായിട്ട്. അത് നിങ്ങൾക്ക് ബോൾഡ്, അതിൻ്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ മാറ്റാനും, അതുപോലെ തന്നെ എന്താ പറയുക, അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യാൻ, ഫോർമാറ്റ് ഓപ്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം വെരിഫിക്കേഷനും കൂടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് പോസ്റ്റ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഒരാൾക്ക് എത്ര ആർട്ടിക്കിൾ വേണമെങ്കിലും ഈ ഒരു ഭാഗത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പോസ്റ്റ് ചെയ്യുന്ന എല്ലാ ആർട്ടിക്കിൾസിനും ഇവർ നമുക്ക് എമൗണ്ട് തരത്തില്ല കേട്ടോ. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ നമ്മുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിരിക്കണം, സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്യുന്നതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവരത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഓരോന്നിനും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് അവർ പബ്ലിഷ് ചെയ്യും. അതിനാണ് നമുക്ക് എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്ക് മുകളിൽ തന്നെ ഈ ഒരു മുകളിൽ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്രോ ഓപ്ഷൻ കാണാം. അത് വെച്ചിട്ട് നമ്മൾക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഒരു പേയ്മെൻറ്റ് മെത്തേഡ്സിലോട്ട് വിഡ്രോ ചെയ്യാനും പറ്റും. അപ്പോൾ എഴുതാനായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ജോലികൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്യാവുന്ന നല്ലൊരു വെബ്സൈറ്റാണ്. താല്പര്യമുള്ളവർ ഉപയോഗിച്ച് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.